ഇന്ന് നമുക്ക് കോട്ട മെറ്റീരിയലിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കോട്ട മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരീസ് ആട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2270 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം 6 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റിൽ 6 ഷെയ്ഡ്സിലുള്ള എംബ്രോയിഡറി. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ടോൺ ആട്ടോ. ഓഫ് വൈറ്റ് ടോൺ കോട്ട മെറ്റീരിയൽ നല്ല രസമുള്ള സാരീസ് ആട്ടോ. അതേ അതിനകത്ത് ഇതേപോലെ ഒരു നല്ലൊരു ലൈറ്റ് ഒരു ആഷ് കളർ, അതിനകത്തേക്കാണ് ചെറിയൊരു ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആഷ് കളർ, അതേപോലെയുള്ള ഷെയ്ഡിലേക്കാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബോഡിയിലും ഇത് കണ്ടോ, ആ സെയിം എംബ്രോയിഡറി വർക്ക് അങ്ങനെ അതിൻ്റെ ബോഡിയിലേക്കും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സാരീസ്. അതെ അതിൻ്റെ ഇനി നമുക്ക് അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണല്ലോ, പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ലോവർ ഹാഫിലാണ് ഇങ്ങനെ വർക്ക് വരുന്നത്. മുന്താണിയിലേക്ക് ഈ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് അതിനകത്ത് കണ്ടോ ഒരു ലേസ് പാറ്റേണും കൂടെ കൊടുത്തിരിക്കുക. അതേ ഇത് കണ്ടോ, ഇതേപോലെ ഒരു ലേസ് പാറ്റേണും കൂടെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ സാധാരണ ഇതിന് മുമ്പൊക്കെ വന്നപ്പോൾ ബ്ലൗസിനകത്ത് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ബ്ലൗസിനകത്തും സ്ലീവ് എൻഡിൽ എൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴും നല്ലൊരു ബ്ലൗസ് പീസ് ആട്ടോ. കോട്ട മെറ്റീരിയൽ അല്ല, കുറച്ചുകൂടെ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബ്ലൗസ് പീസ്. അപ്പോൾ ആ ബ്ലൗസ് പീസിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ആ ഒരു സാരിയുടെ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന ലേസ് പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ. സാരി നമ്പർ 1 ആണ്. 2270 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അന്നേരമൊക്കെ പള്ളിയിൽ കൊണ്ടുപോകാനും അല്ലാതെ ഒക്കെ നല്ല സാരിയല്ലേ ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഇനി ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഇപ്പം ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അതിൻ്റെ കളർ മാത്രം കണ്ടു പോവാം. അടുത്തത് വരുന്നത് നല്ലൊരു അതിൻ്റെ ബേസ് ഇത് കാണിച്ചോ, ബോർഡർ കളർ കാണിച്ചോ. ബോർഡർ കളർ വ്യത്യാസമല്ല എല്ലാത്തിൻ്റെ. പിങ്ക്, നല്ലൊരു ഈ പിങ്ക് എന്ന് പറഞ്ഞാൽ അല്പം ഒരു ലാവൻഡറൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്നൊരു പിങ്ക് ഇല്ലേ, അങ്ങനത്തെ ഒരു പിങ്ക് ആട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. സാരി നമ്പർ 2 ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്. അടുത്ത വരുന്ന സാരി നമ്പർ 3 വരുമ്പം ഒരു മോഫ് ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ഇത് കണ്ടോ, ഒരു ചെറിയൊരു ഒരു ബ്രൗണും പർപ്പിളും കൂടെയൊക്കെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡ്. നല്ല ഭംഗിയല്ലേ, നല്ല രസമുള്ള ഷെയ്ഡ്. സാരി നമ്പർ 3. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്കുണ്ട് കേട്ടോ. സാരി നമ്പർ 4 വരുമ്പോൾ അതെ ഒരു പേസ്റ്റൽ ഗ്രീൻ. ഇതിൻ്റെ കളേഴ്സ് എംബ്രോയിഡറിക്ക് കൊടുത്തിരിക്കുന്ന കളേഴ്സ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ. ഇത് കണ്ടോ, നല്ല ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ലൈറ്റർ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ ഗ്രീൻ, ആ ഒരു ടോണിലേക്ക് വരുന്ന ഷെയ്ഡ്. സാരി നമ്പർ 4. എല്ലാ സാരീസും നല്ലതാണ്. സാരി നമ്പർ 5. അതെ 5 വരുമ്പോഴും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അതെ ഒരു പിങ്കും ബ്രൗണും കൂടെയൊക്കെ ചേർന്ന പോലുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അല്ല പിങ്കും ഒരു പർപ്പിളും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. നല്ല രസമാട്ടോ ഇതൊക്കെ. സാരി നമ്പർ 5 കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ? നല്ല രസമുള്ള ഷെയ്ഡ്സാണ് സാരി നമ്പർ 5. ഒരു നല്ല വെറൈറ്റി ഷെയ്ഡ്സൊക്കെയാണ്. സാരി നമ്പർ 6 വരുമ്പോൾ നമുക്ക് ഒരു ബേജ് ടോൺ. അതെ അല്പം ഒരു ബ്രൗൺ ബ്ലെൻഡ്, ഒരു ബേജ് ഉണ്ടോ, ബേജിൻ്റെ ഒരു ടോൺ, ബേജ്. സാരി നമ്പർ 6. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.